എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാ വർഷവും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു ചലച്ചിത്ര പ്രദർശനം നടത്താറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ 5 ദിവസത്തെ ചലച്ചിത്രോത്സവം നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ഇന്ന് 5ാമത്തെ ദിവസം സമാപന സമ്മേളനവും വനിതാ ദിന ആഘോഷവും ഒരുമിച്ച് നമ്മൾ കൊണ്ടാടുകയാണ്. ഈ ദിവസങ്ങളിൽ സിനിമകളെക്കുറിച്ച്, ഡോക്യുമെൻ്ററികളെക്കുറിച്ച്, സിനിമ ആസ്വാദനത്തെക്കുറിച്ച്, AI ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയായ AIയും സിനിമയും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വളരെ കാമ്പുള്ള സാർത്ഥകമായ ചർച്ചകൾ നമ്മൾ നടത്തി. അതിൽ പ്രഗത്ഭരായ വാഗ്മികളായിട്ടുള്ള പ്രഭാഷകരെ നമുക്കിവിടെ കിട്ടുകയുണ്ടായി. അതിനുശേഷം മലയാളത്തിലെ വളരെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ സിനിമകൾ പ്രദർശിപ്പിക്കുകയും അവയെക്കുറിച്ചും സിനിമയ്ക്ക് ശേഷം കാണികളും ഡയറക്ടേഴ്സ് വന്നപ്പോൾ അവരും സംസാരിക്കുകയുണ്ടായി. അതിലൊക്കെ നമ്മളുടെ കാണികൾ കൂടി വളരെ നന്നായി സജീവമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. ഈ വിധത്തിലെ ഒരു ചലച്ചിത്രോത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും മുൻകൈയെടുത്തതിൽ സൊസൈറ്റിക്കും അഭിമാനമുണ്ട്, അതുപോലെ കേന്ദ്രത്തിനും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ 2 കൂട്ടരുടെയും ഒരു സംയുക്തമായിട്ടുള്ള ഒരു ആഭിമുഖ്യത്തിൽ നടന്ന ഈ ചലച്ചിത്രോത്സവം ഇടപ്പള്ളി ചലച്ചിത്രോത്സവം എന്നുള്ള പേരിൽ കവർ ചെയ്യാൻ നമ്മളുടെ അജേഷ് ചാനൽ 13.8 അജേഷും ഉണ്ടായിരുന്നു. കുറച്ചുകൂടി റീച്ച് നമുക്ക് കിട്ടാനായിട്ട് അത് കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് വനിതാ ദിനത്തിൽ നമ്മൾ ഇന്ന് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് തുല്യതയും സ്ത്രീയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഫിലിം സൊസൈറ്റി കഴിഞ്ഞ വർഷം ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മൾ രാജേഷ് ജെയിംസ് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. രാജേഷ് ജെയിംസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഡോക്യുമെൻ്ററി കഴിഞ്ഞ വർഷം നമ്മളിവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിന് മുന്നത്തെ വർഷങ്ങളിൽ നമ്മൾ മിക്കവാറും തിയേറ്ററുകളിലോ അല്ലെങ്കിൽ ചിൽഡ്രൻസ് തിയേറ്ററിലൊക്കെ ഈ പരിപാടി നടത്തിയിരുന്നു. പലപ്പോഴും വിദേശ സിനിമകളും അതുപോലെ സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ സിനിമ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ഇതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ അഭിനയിച്ച അല്ലെങ്കിൽ ജീവിച്ച 2 പേർ നമ്മളോടൊപ്പം ചേരുകയുണ്ടായി. സെലീനയും സീനയും. ശ്മശാനം സൂക്ഷിപ്പുകാരിയായ സെലീന, അതുപോലെ കൊച്ചിയിലെ ഫുട്ബോൾ കോച്ചായ സീനയും നമ്മളോടൊപ്പം വരികയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം അവർ ഈർന്നണിഞ്ഞുകൊണ്ട് അവരെ ആദരിച്ചതിനെക്കുറിച്ച് വളരെ എന്താ പറയുക, വളരെ വൈകാരികമായിട്ട് അവരതിനോട് പ്രതികരിക്കുകയും ചെയ്തത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ഓർമ്മയാണ്. ഈ വിഷയം നമ്മൾ വീണ്ടും വീണ്ടും തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എല്ലാ വർഷവും സംസാരിക്കുന്നുണ്ട്. എന്തിനെല്ലാ വർഷവും സംസാരിക്കുന്നു? ഈ വിഷയം നിങ്ങൾക്ക് മടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തുല്യത ഇനിയും എത്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ വിഷയത്തിലേക്ക് തന്നെ വരേണ്ടി വരുന്നു. ഇപ്പോൾ ജയ 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 ഹേ എന്നുള്ള ചിത്രത്തിൽ മഞ്ജു പിള്ളയുടെ കഥാപാത്രം പറയുന്ന പോലെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഇത് തന്നെയാണ് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം. അപ്പോൾ സ്ത്രീകളും മനുഷ്യജീവികളാണ്, അവർക്കും ഇതൊക്കെ ആവശ്യമുണ്ട്. എല്ലാ മേഖലയിലും, സമൂഹത്തിൽ മൊത്തത്തിലും, അതിൻ്റെ ഒരു ഘടകമായ സിനിമയിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ട് എന്നുള്ള തോന്നലും അത് ആ ഒരു സമത്വസുന്ദര ലോകം ഇനിയും സാധ്യമായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടുമാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വനിതാ ദിനത്തിൽ മാത്രം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു വിഷയമല്ല താനും. നമുക്കറിയാം ലിംഗനീതിയെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ കേരള സമൂഹം സംസാരിച്ചു തുടങ്ങിയിട്ട് വളരെയധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല.
ഒരു 3-4 ദശകങ്ങൾ. 80കളുടെ മധ്യത്തോടു കൂടിയിട്ടാണ് അന്വേഷി, മാനുഷി പോലുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ സെക്കൻഡ് സെക്സൊക്കെ എഴുതിയിട്ട് കുറേ വർഷങ്ങളായെങ്കിലും നമ്മളുടെ ഇവിടേക്ക് ഈ കാറ്റ് എത്തിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വെളിച്ചം എത്തിയിട്ട് അധികം കാലമായിട്ടില്ല. സിനിമയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ഈ അടുത്ത കാലങ്ങളിലാണ്. സിനിമയിലെ സ്ത്രീകൾ എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് എന്ന് നമുക്കറിയാം. ഒരു പെൺകുട്ടി അതിനീചമായി, അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോഴാണ് അതിനുള്ളിലെ സ്ത്രീകൾ തങ്ങൾ അനുഭവിക്കുന്ന വിവേചനത്തെക്കുറിച്ച്, അസമത്വങ്ങളെക്കുറിച്ച്, അക്രമങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയാൻ തയ്യാറായത്. കാരണം ഇപ്പോഴും ആ ലോകം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായ, അത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നൊരു മേഖലയായിരുന്നു. അപ്പോൾ തുല്യതയും സിനിമയും തുല്യതയും എന്ന വിഷയത്തിൽ സംസാരിക്കാനായിട്ട് സിനിമാ മേഖലയിലുള്ളവരെയാണ് നമ്മൾ തേടിക്കൊണ്ടിരുന്നത്. എല്ലാവരും കുറച്ച് പേരെയൊക്കെ നമ്മൾ സമീപിച്ചപ്പോൾ അവർക്ക് പല ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരേ ഒരാളെ മാത്രമാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ പലപ്പോഴും അഭിനയിക്കുന്ന സ്ത്രീകളുടെ മാത്രം പ്രശ്നങ്ങളാണ് പലപ്പോഴും പൊന്തി വന്നിരുന്നത്. കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഇപ്പോൾ പോഷ് ആക്ടിനൊക്കെ ശേഷമാണ് ICC അവിടെ വേണം എന്നുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ WCCയുടെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് സ്ത്രീകളെ കുറച്ചുകൂടി ജാഗരൂകരായി. അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ അടിസ്ഥാന അസംഘടിത മേഖലയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയുന്നത് വളരെ അപൂർവമായിരിക്കും. കാരണം അത് അവരുടെ തൊഴിലിനെ തന്നെ അപകടപ്പെടുത്തും എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ട് അവർ പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. കുറച്ച് മേൽത്തട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ സംസാരിക്കാം എന്നുള്ള ആർജവവും ഊർജവും ധൈര്യവും ഉള്ള സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഈ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. സ്ത്രീകൾ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ളത്. ഇതിൽ നമുക്കിപ്പോൾ സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെയുള്ള മിസ് സായി കൃഷ്ണ സിനിമയും തുല്യതയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പമുണ്ട്. സായി കൃഷ്ണ പാലക്കാട് ചെമ്പൈ കോളേജിൽ നിന്ന് വീണയിൽ ഗാനഭൂഷണം നേടിയിട്ടുള്ള കലാകാരിയാണ്. വോയിസ് ആർട്ടിസ്റ്റായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതേപോലെ സിനിമാ മേഖലയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി വന്ന, ഉദ്ഘാടകനായി വന്ന ജയരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൂടാതെ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത സീ ഓഫ് ലവ് എന്നുള്ള സിനിമ, അതിൻ്റെ സംവിധാനം പൂർത്തിയായി പ്രിവ്യൂ ചെയ്തിരുന്നു. ഇനി പ്രദർശനത്തിന് അത് തയ്യാറെടുക്കുകയാണ്. സെൻസർ ബോർഡ് സെൻസറിങ് കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ അടുത്ത സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തുല്യവേതനത്തെക്കുറിച്ച്, അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അങ്ങനെ പല വിഷയങ്ങളെ പറ്റിയും സിനിമാ മേഖലയിലുള്ളവർക്ക് തന്നെയാണ് പറയാൻ കഴിയുക, പുറമേയുള്ളവർക്കല്ല. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ, താൻ കണ്ട ജീവിതം അല്ലെങ്കിൽ താൻ അനുഭവിച്ച ജീവിതത്തെക്കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്യാൻ സായി കൃഷ്ണ മാഡം ഇവിടെ ഉണ്ട്. മാഡത്തിനെ ഞാൻ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സംസാരിക്കാനായിട്ടുള്ളത് ശ്രീമതി VK ഷാഹിനയാണ്. ഷാഹിനയും സായി കൃഷ്ണയും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ അംഗങ്ങൾ തന്നെയാണ്. ഷാഹിന നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് കുറച്ച് വർഷങ്ങളായിട്ട്. മലയാളം അധ്യാപികയാണ്, +2 ഗവൺമെൻറ് ഹൈസ്കൂളിൽ. അതുകൂടാതെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ, നിങ്ങൾക്കറിയാം, ഈ 4 ദിവസമായിട്ട് നടന്ന ചർച്ചകളിൽ ഏറ്റവും സജീവമായിട്ട് സംസാരിച്ചത് ഷാഹിനയാണ്. ഷാഹിന പല സിനിമകളെക്കുറിച്ചും എഴുതിയ നിരൂപണങ്ങൾ, റിവ്യൂസ് ഓൺലൈൻ ഓഫ്ലൈൻ മാധ്യമങ്ങളിൽ തുടർച്ചയായി വരാറുണ്ട്. സിനിമയിലാണ് ഗവേഷണം
ചെയ്യുന്നത്, ഡോക്ടറേറ്റ് ചെയ്യുന്നത്. സിനിമയിൽ ചിത്രീകരിക്കപ്പെടുന്ന സ്ത്രീകൾ ഏത് വിധത്തിലാണ്, ഇതിനെക്കുറിച്ച് കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ. എന്ന് പറഞ്ഞാൽ സിനിമ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമയിലെ സ്ത്രീകളെ എങ്ങനെയാണ് നായകന്മാരുടെ ഒരു നിഴൽ മാത്രമായിട്ട് പറയുന്നതിനെതിരെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടി വി ചന്ദ്രൻ്റെ സിനിമകൾ, അതുപോലെയുള്ള സിനിമകളൊക്കെ കുറേ നാളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സംവിധായകരും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദീദി ദാമോദരൻ, അല്ലെങ്കിൽ ഇന്ദുലക്ഷ്മി, മിനി ഐ ജി, നമ്മുടെ തന്നെ മെമ്പറായ മിനി ഐ ജി, ഇവരൊക്കെ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അവർ തന്നെ പലപ്പോഴായിട്ട് നമ്മളോട് സംവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സിനിമയിൽ ചിത്രീകരിക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച്, അതിലെ സ്വാതന്ത്ര്യ രാഹിത്യത്തെക്കുറിച്ച്, തുല്യതയില്ലായ്മയെക്കുറിച്ച് ഒക്കെ സംസാരിക്കാനായിട്ട് ഷാഹിനയുണ്ട്. അപ്പോൾ ഷാഹിനയ്ക്കും ഫിലിം സൊസൈറ്റിയുടെ പേരിലും സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലും ഞാൻ അനൗപചാരികമായിട്ടും ഔപചാരികമായിട്ടും സ്വാഗതം പറയുന്നു. കൂടാതെ നമുക്ക് ഷെളി മാഡം ഇന്നിവിടെയുണ്ട്. ഷെളി മാഡത്തിന് ഇതിന് മുന്നുള്ള ദിവസങ്ങളിൽ ഞാൻ കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെളി മാഡം ഒന്നാമത്തെ ദിവസം ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുപോലെ സായി കൃഷ്ണയുടെ സുഹൃത്തുണ്ട്. നമ്മുടെ മെട്രോ ഫിലിം സൊസൈറ്റി അംഗങ്ങളും കേന്ദ്രത്തിൻ്റെ അംഗങ്ങളും അതുപോലെ മറ്റ് കാണികളും സിനിമാ പ്രേമികളുമുണ്ട്. എല്ലാവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ നമുക്ക് സ്വാഗതം പറയുന്നത് അജേഷിനാണ്. അജേഷ് 13.8 ചാനലിൻ്റെ തുടക്കത്തിൽ മുതൽ എല്ലാ ദിവസവും ഇത് കവറേജ് ചെയ്യുന്നുണ്ട്. ചാനലിൽ കൃത്യമായിട്ട് ക്യാപ്ഷനോട് കൂടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുന്നുമുണ്ട്. മെട്രോ ഫിലിം സൊസൈറ്റിക്കും കേന്ദ്രത്തിനും ഒരു റീച്ച് കിട്ടാൻ അത് സഹായകമാണ്. അപ്പോൾ അജേഷിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഇവിടെയുണ്ട്, സൊസൈറ്റിയുടെ. ഇതിൻ്റെ ഒരു ജീവാത്മാവ് അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്ന ഒരാളാണ്. തൻ്റെ ജീവിതം മുഴുവൻ ഫിലിം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്തും, ഞാനിതിപ്പോൾ വിട്ടുപോകും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വിളിക്കാതെ തന്നെ അതിൽ തുടരും. കാരണം സിനിമ വിട്ടുകഴിഞ്ഞാൽ ആൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ജോർജിനും എല്ലാ സ്വാഗതവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ശ്രീ രവികുമാർ ഇതിൽ സംബന്ധിക്കേണ്ടതായിരുന്നു. കാരണം ഞാൻ ഒറ്റയടിക്ക് പറയാണ്, സമാപന സമ്മേളനവും വനിതാ ദിനവും ഒരുമിച്ച് തന്നെ നമ്മൾ ഇവിടെ നടത്താമെന്നുള്ളത് കൊണ്ട് രവികുമാർ സർ ഇല്ല, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ. അതുപോലെ ശ്രീ പി പ്രകാശ്, കേന്ദ്രത്തിൻ്റെ പ്രസിഡൻറ്റ്, നമുക്ക് എല്ലാ പിന്തുണയും തന്നിരുന്നു. അദ്ദേഹത്തിനും മറ്റിവിടെ കൂടിയിരിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം കള്ളനോട്ടം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ പ്രദർശിപ്പിക്കുന്നതാണ്. രാഹുൽ റിജി നായരാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2019 ഇറങ്ങിയ സിനിമയാണ്. ഒറ്റമുറി വെളിച്ചം എന്നുള്ള ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡയറക്ടറാണ് രാഹുൽ റിജി നായർ. അതിൽ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി ഒരു മലയോരത്ത് വിവാഹം ചെയ്തു പോകുന്നതും വളരെ സൈക്കോപാത്തായിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ അവളുടെ അസഹ്യമായ ജീവിതവും, അവൾ അയാളെ കൊല്ലുമെന്ന് വരുന്ന ഒരു സന്ദർഭത്തിൽ ഡയറക്ടർ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയും മലവെള്ളപ്പാച്ചിലിൽ അയാൾ ഒലിച്ചു പോകുന്നതും അവൾ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും ആയ ഒരു സിനിമയാണത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സിനിമയാണ് ഇത്. നാഷണൽ അവാർഡും മറ്റ് ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ പോയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ദിവസത്തേക്ക് സാർത്ഥകമാക്കാൻ ആ സിനിമ കൂടി സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഈ ചർച്ചയിലേക്കും അതിനുശേഷമുള്ള പ്രദർശനത്തിലേക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായും അതിനുശേഷം സിനിമയും തുല്യതയും എന്ന വിഷയത്തിൽ തൻ്റെ കാഴ്ചപ്പാടുകൾ, അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതിനും മിസ് സായി കൃഷ്ണയെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരവസരം എനിക്കൊരുക്കി തന്ന
ജഗദീശ്വരന് നന്ദി പറയുന്നു. കൂടാതെ സിനിമ ചെയ്യാനും ഈ വേദി വരെ എത്തിച്ചേരാനും ആത്മവിശ്വാസം തന്ന് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ദേവകൃഷ്ണനും എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് എൻ്റെ സിനിമയുടെ പ്രിവ്യൂ ആദ്യമായിട്ട് വനിതാ വിനോദ തിയേറ്ററിൽ നടത്താൻ കാരണമായത്. അതുകൊണ്ട് ആ ഒരു നന്ദിയും കടപ്പാടും എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല. ഇവിടെ ഈ വേദിയിൽ ഒരു ഡയറക്ടർ എന്ന നിലയിൽ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ച് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിറവേറ്റാനായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും എനിക്ക് അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. സ്ത്രീ സാന്നിധ്യം മലയാള സിനിമയിൽ എന്നതിനെക്കുറിച്ചാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. അതായത് ഒരു സിനിമയിലൂടെ തന്നെ സഞ്ചരിച്ച എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ വളരെ ലാഘവത്തോടെ എടുത്ത് എൻ്റെ ലക്ഷ്യം സിനിമയാണ്, തീക്ഷ്ണമായ ആഗ്രഹത്തോടെ അതിലും തീക്ഷ്ണമായ പരിശ്രമത്തോടെ മുന്നേറിയാൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എന്തൊക്കെ നെഗറ്റീവ് പ്രതിസന്ധികളുണ്ടായിട്ടും ഞാൻ മുന്നോട്ട് പോയത്. ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എപ്പോഴും, അതായത് മലയാള സിനിമയിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഏതൊരു പ്രായത്തിലും നായകനായിട്ടും അതുപോലെ തന്നെ വില്ലനായിട്ടും പ്രധാന വേഷങ്ങൾ ചെയ്തും ഒക്കെ വിലസുന്ന ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് പിന്നിട്ടാൽ 2 കുട്ടികളുടെ അമ്മയായി കഴിഞ്ഞാൽ മലയാള സിനിമയിലൂടെ എൻ്റെ അനുഭവമാണ്, ഒരു കഥാപാത്രത്തെ തേടി നമ്മളെത്തുമ്പോൾ അവിടെ പറയുന്നത് നമുക്ക് പറ്റിയൊരു കഥാപാത്രങ്ങളില്ല, നിങ്ങൾക്ക് നായികയാവാനുള്ള പ്രായം കഴിഞ്ഞു, ഒരമ്മ വന്നു അല്ലെങ്കിൽ തള്ള വന്നു, ഞങ്ങളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്, അല്ലെങ്കിൽ ആ അമ്മായിനെ എന്ത് കാണിക്കാനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് എല്ലാവരും സ്ത്രീകളെ കാണുന്നത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് തന്നെ എൻ്റെ സിനിമയിലേക്ക് പോലും ഞാനൊരു നായികയെ തേടാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു സ്ത്രീ മുഖങ്ങളും ഒരു സ്ത്രീ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നില്ല. കാരണം മലയാള സിനിമയിൽ കുറേ കാലങ്ങളായി നമുക്ക് സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആർട്ടിസ്റ്റുകളെയും എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ എല്ലാവരിലും പുരുഷന്മാർ തന്നെയാണ് പ്രാധാന്യ കഥാപാത്രങ്ങൾ. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ പിന്നാലെ നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞുപോയ എൻ്റെ ചെറുപ്പത്തിലേക്ക് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ പൂർണിമ ജയറാം, ശാരദ, ഷീല അവരൊക്കെ ചെയ്ത കഥാപാത്രങ്ങളെയൊക്കെ നമ്മളിപ്പോഴും സ്നേഹത്തോടെ സ്മരിക്കുന്നുണ്ട്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള നായികമാർ ഇല്ലാഞ്ഞിട്ടാണോ, അങ്ങനെ കഥകൾ അവിടെ തേടി എത്താഞ്ഞിട്ടാണോ, അതെയോ മലയാള സിനിമയിലെ നായികമാരൊക്കെ 20 വയസ്സ് കഴിഞ്ഞതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 20 വയസ്സ് വരെ 23 വയസ്സ് വരെ സിനിമ ചെയ്യുക, അതിനുശേഷം കല്യാണം കഴിക്കുക, പിന്നെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക, പിന്നെ കുട്ടികളുണ്ടാവുക, കുട്ടികളുടെ കാര്യം നോക്കുക, പിന്നെ പേരക്കുട്ടികളായി അവരുടെ കാര്യങ്ങൾ നോക്കുക. അതായത് അവളുടേതായ കാഴ്ചപ്പാടുകളോ അവരുടേതായ സ്വപ്നങ്ങൾക്കോ അവരുടേതായ പ്രതീക്ഷകൾക്കോ ഒന്നും ഒരു പ്രാധാന്യം കൽപ്പിക്കാത്ത സമൂഹമാണിന്ന്. ഈ ഹേമ കമ്മീഷൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ സിനിമ ചെയ്തത്. സിനിമയെയും നാടകത്തെയും നമ്മുടെ സമൂഹം, അതായത് എൻ്റെ ഒരു അനുഭവമാണ്, എൻ്റെ നാട്ടിൻപുറത്തായാലും ടൗണിലായാലും സ്ത്രീകൾ എന്ന് പറഞ്ഞ വ്യക്തിയെ വളരെ നെറ്റി ഒളിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും. അവരൊരു നാടക നടി, അവരൊരു സിനിമാ നടി എന്നല്ലാതെ അവർക്ക് വേണ്ട പരിഗണനകൾ കൊടുക്കുകയോ അവരുടെ കലാകാരിയെ കണ്ടെത്തുകയോ ചെയ്യാനായിട്ട് ആരും തന്നെ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ആ കാലഘട്ടത്തിൽ ഞാനൊരു സിനിമ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചത്, എങ്ങനെയാണ് ഈ സമയത്ത് നിങ്ങൾ മലയാള സിനിമയിലേക്ക് ഒരു സിനിമ ചെയ്യാൻ ധൈര്യപ്പെട്ട് ഇറങ്ങിയത്? മലയാള സിനിമ ഇങ്ങനെയൊക്കെയല്ലേ, വളരെ ചീത്തപ്പേര് നേടുന്ന ഒരു ജോലിയല്ലേ, എന്തിനാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നത്, നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ജോലിയുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും എൻ്റെ അടുത്ത് ചോദിച്ചത്, ഈ പ്രായത്തിലാണ് നിങ്ങളൊരു സിനിമ ചെയ്യാൻ പോകുന്നത് എന്നാണ്. അതായത് അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീക്ക് പ്രായ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതിലപ്പുറം അവൾക്ക് ഒന്നുമാകാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തോ നമ്മൾക്ക് ഏത് ജോലിക്കും ഒരു പെൻഷൻ കാലാവധിയുണ്ട്, പക്ഷേ നമ്മുടെ കലാപരമായ കഴിവുകൾക്ക്, നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടാത്തിടത്തോളം കാലം, മനസ്സും ശരീരവും ഉണർന്ന് പ്രവർത്തിക്കുന്നോളം കാലം അതിന് പ്രായപരിധികളേ ഇല്ല, പരിമിതികളുമില്ല. നമ്മൾക്ക് എപ്പോഴും എങ്ങനെയും നമുക്ക് ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സിനിമ ചെയ്യാൻ ഇറങ്ങിയവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്കും ചെയ്യാം. ഒറ്റക്കെട്ടായിട്ട് നിന്ന് സാമാന്യബോധത്തെ വളർത്തിയെടുത്ത് നമ്മുടേതായ പരിധിയും പരിമിതികളും അവർ കരുതിയ പരിധിയെയും പരിമിതികളെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് സിനിമയിൽ സജീവമാകാം. സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല, സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നമുക്ക് വരാം. മേക്കപ്പ് ആയാലും ആർട്ടായാലും സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ്, ക്യാമറ സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ്. അവിടെ സ്ത്രീകളുടെ കൂട്ടായ്മയോടെ ഒരു സിനിമ, സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സ്ത്രീകൾക്ക് മറ്റുള്ള
മറ്റുള്ള മൂല്യമുള്ള കലയെപ്പോലെ തന്നെ, അതായത് ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ കഥകളി, ഓട്ടംതുള്ളൽ എന്ന പോലെ തന്നെ സിനിമയും വളരെ മനോഹരമായൊരു കലാരൂപമായി കാണാനായിട്ട് നമ്മുടെ സമൂഹത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സ്ത്രീകൾക്ക് കഴിയണം. സ്ത്രീ പ്രാധാന്യമുള്ള കഥകൾ കൊണ്ടുവരണം. അതിന് പ്രായപരിധികളില്ല. അതായത് 60 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് സിനിമയിൽ അഭിനയിക്കാം, നമുക്ക് പ്രണയിക്കാം, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ സഞ്ചരിക്കാം, നമുക്ക് ഇഷ്ടമുള്ളവരടുത്ത് എന്തും സംവദിക്കാം. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ഇഷ്ടത്തെ, നമ്മുടെ തീരുമാനത്തെ ഒന്നും ആർക്കും ചങ്ങലക്കിടാതെ അതൊക്കെ സമൂഹത്തിന് നല്ലതാകും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ സമൂഹത്തിൽ ഇഷ്ടംപോലെ കഴിവുള്ള കുട്ടികളുണ്ട്, അഭിനയിക്കാനാണെങ്കിലും സംവിധാനത്തിനായാലും എല്ലാത്തിനും. അങ്ങനെയുള്ളവരെ നമ്മൾ സിനിമയിലൂടെ തന്നെ, അതായത് നമ്മൾക്ക് എന്തും സിനിമ എന്ന മാധ്യമത്തിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സങ്കല്പങ്ങളെയൊക്കെ മറ്റുള്ളവരിലേക്ക് പകർത്താൻ സാധിക്കുന്നതുകൊണ്ട് സിനിമ തന്നെയാണ് എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ, പെൺകുട്ടികളെ നമുക്ക് സിനിമയിലേക്ക് ക്ഷണിക്കാം. ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്കും നമ്മുടേതായ സങ്കല്പങ്ങളും നമ്മുടെ സൃഷ്ടികളുമൊക്കെ വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് എല്ലാ സ്ത്രീകളും ഒരുമിച്ച് നിൽക്കണം. പ്രത്യേകിച്ച് പ്രായ പരിധികളെയും പരിമിതികളെയും ഒക്കെ നമുക്ക് മറികടന്ന് കല എന്ന ഒരു സംഘടനയെ വളർത്തിയെടുത്തുകൊണ്ട് ഇനിയും അനേകം സ്ത്രീ സിനിമകൾ പിറക്കുമാറാകട്ടെ എന്നുള്ള ആശംസകളോടെയും എന്നിവിടെ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെയുള്ളൊരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ടും ഈ അവസരത്തിൽ ഞാൻ ഈ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും നടത്തുന്ന ഈ വനിതാ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. സ്ത്രീകൾക്ക് കൂടി തുല്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സമത്വബോധവും ഉള്ള ഒരു സിനിമാ ലോകവും സിനിമകളും മിസ് സായി കൃഷ്ണ പറഞ്ഞതുപോലെ ഉണ്ടാവാൻ ഇടവരട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. സിനിമകളിൽ പ്രതിനിധീകരിക്കപ്പെടുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ സ്ത്രീകൾ എന്താണ് നമ്മളോട് സംവദിക്കുന്നത് സിനിമകളിലൂടെ, ഈ വിഷയത്തിൽ നമ്മളുടെ മെമ്പർ ഷാഹിന സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാഹിനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കുകയാണ്. ഈ സമാപന വേളയിൽ വനിതകൾക്കായിട്ടൊരു ദിനം കരുതി വെച്ചതിനും ഈ ഒരവസരത്തിൽ ഞങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനായിട്ടൊരവസരം തന്നതിനും, ഇതിൻ്റെ മെമ്പർ എന്നുള്ള രീതിയിലും ഇതിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ പോലും ഇതിലുള്ള ഭൂരിഭാഗം പുരുഷ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ഈ ഒരു വനിതാ സെമിനാർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വനിതാ സെമിനാർ എന്നതിനിപ്പോൾ വലിയ ഒരു സാങ്കത്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് സ്ത്രീകളും തുല്യതയും, അല്ലെങ്കിൽ സ്ത്രീ സമത്വം, ജെൻഡർ ഈക്വാലിറ്റി, ലിംഗസമത്വം, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ കേട്ട് നമ്മളങ്ങനെ തഴമ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പം ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും സാധാരണ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇനി എന്താണ് കൂടുതൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകളും തുല്യതയും എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തുല്യത എന്ന് പറയുന്നൊരു കാര്യം ഏതെങ്കിലും ഒരു കലയിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിടത്തിലായിക്കൊള്ളട്ടെ, പെട്ടെന്നുണ്ടായി വരുമോ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അത് അല്ലെങ്കിൽ സംസ്കാരം എന്നുള്ളത്, പെരുമാറ്റ മര്യാദകൾ എന്ന് പറയുന്നത് രീതികൾ, നമ്മുടെ ജീവിത രീതികൾ, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന വിശ്വാസങ്ങൾ, നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന മൂല്യങ്ങൾ, നമ്മളുടെ സഹജീവിയോടുള്ള ഒരു കരുതൽ, സ്നേഹം, ഇതെല്ലാം ഏതെങ്കിലും ഒരു കലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിടത്തിലോ മാത്രമായിട്ട് ഉണ്ടായി വരേണ്ട ഒന്നാണോ എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയും തുല്യതയും എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതാണ് പറയാനുള്ളത്, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ എന്തിനാണ്
ഒരു കലാരൂപത്തിൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ, പ്രത്യേകിച്ചും ഇതൊരു പ്രദർശന മേഖലയാണ്. സിനിമ എന്ന് പറയുന്നത് പ്രദർശിപ്പിക്കുന്ന ഒരു കലയാണ്. ഇവിടെ മാത്രമായിട്ട് നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. പക്ഷേ ഇത് അടുത്ത കാലത്തായിട്ട് വളരെയേറെ ചർച്ചകൾ വരികയും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പ്രശസ്തരുടെ മുഖംമൂടികൾ അടർന്നു പോവുകയും വലിച്ചു കീറപ്പെടുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ചലച്ചിത്രോത്സവം നടക്കുമ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറവായി പോകും എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത് ചർച്ച ചെയ്യേണ്ടതുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഞാൻ ഈ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് ഇത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ സമയമൊന്നും എടുക്കുന്നില്ല. ഇവിടെ നല്ലൊരു ചർച്ച വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യമൊന്നും പറയാനായിട്ട് പറയുന്നില്ല. അല്ലാതെ ഇവിടെ കാണികൾ കുറച്ചുകൂടി സജീവമായിട്ട്, പ്രത്യേകിച്ചും ഷർമിള മാമിനെ പോലുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. മാമിൻ്റെ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം ഞാൻ യൂട്യൂബിൽ കണ്ടു. നമ്മുടെ തന്നെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ 2 വർഷം മുൻപുള്ള ഒരു ചർച്ചയിൽ മാഡം അതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നത് കേട്ടു. അപ്പം കഴിഞ്ഞ വർഷം എനിക്കുണ്ടായൊരു അനുഭവം, അതായത് ഞാൻ ആലുവയിൽ റെയിൽവേ സ്റ്റേഷനടുത്തൊരു ബിയർ പാർലറുണ്ട്. ഞാൻ അവിടെ എൻ്റെ മകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ബിയർ പാർലറിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ നിന്നത്. അപ്പം 2-3 ഓട്ടോറിക്ഷകൾ എൻ്റെ അടുത്ത് വന്ന് നിർത്തി. സാധാരണയിൽ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് ഇവർ വന്ന് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഇത്ര പോലും മേക്കപ്പ് പോലും ഇല്ല. ഇപ്പം വളരെ ഒരു സാധാരണ വേഷത്തിൽ, വളരെ മുഷിഞ്ഞ ഒരു വേഷത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടും വളരെ ആവേശത്തോടു കൂടിയാണ് 2-3 പേര് വന്ന് പോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം എനിക്കപ്പോൾ മനസ്സിലായി. ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടി നീങ്ങി നിന്നു, ആ പ്രദേശത്ത് നിന്ന് കുറച്ചുകൂടി മാറി നിന്നു. പൊതുവെ പൊതുവെ ആളുകളുടെ ഒരു ധാരണ, അപ്പം ഞാൻ ഓർത്തു ഈ ഒരു പ്രായത്തിൽ എനിക്കിപ്പോൾ ഇത്തിരി ഈ ഒരു ഏജ് ആയല്ലോ. അപ്പം ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുൻപൊക്കെ ഒരു ബസ് സ്റ്റാൻഡിലോ ഒക്കെ ഞാൻ യാത്രകളൊക്കെ പോകുമ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരിത്തിരി നേരം ഇരുട്ടിയ സമയത്ത് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1-2 പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ ഒരു കാലഘട്ടമൊക്കെ മാറി, അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. അപ്പം പകൽ സമയത്ത് പോലും അങ്ങനെയുള്ള ഒരു തോന്നൽ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ചിന്ത ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട്, അവർ നിൽക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിന്ത ആളുകളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഞാൻ നിന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മദ്യവിൽപ്പനശാലയുടെ മുൻപിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരു ആൺനോട്ടങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മേഖലയായിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വ്യവച്ഛേദിച്ച് അറിയുന്നൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് കാരണം സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ചും സിനിമ കാണാൻ പോകുന്ന കാണികളുടെ എണ്ണം തന്നെ എടുക്കാം. കാണികളെന്ന് പറയുമ്പോൾ മിക്കവാറും പുരുഷന്മാരായിരിക്കും കാണികളിൽ ഭൂരിഭാഗം പേരും. അതുപോലെ തന്നെ സിനിമ നിർമ്മിക്കുന്ന ആളുകൾ, ക്യാമറയ്ക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, കഥ എഴുതുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്നവരിൽ ചുരുക്കം സ്ത്രീകൾ ഉണ്ടാകുമെന്നതൊഴിച്ച് സിനിമ മേഖലയിലുള്ള ഭൂരിഭാഗം പേരും പുരുഷന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കല എന്നുള്ള രീതിയിൽ, അത് പ്രത്യേകിച്ച് ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ നമ്മളതിനെ എടുക്കുമ്പോൾ അതിൽ നിന്നും ലാഭം കിട്ടണം. അപ്പോൾ ലാഭം കിട്ടണമെങ്കിൽ ഈ ഒരു പുരുഷ കാണികളുടെ തൃപ്തിയാണ്. കാരണം കൂടുതൽ പേര് കാണുന്ന ഒരു സാധനത്തിന് അവിടെ കച്ചവടം ഉണ്ടായെങ്കിൽ മാത്രമേ, നമുക്കറിയാം അല്ലേ ഒരു കച്ചവടം എങ്ങനെയാണ് നടക്കുന്നതെന്ന്, അവിടെ കച്ചവടം ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഒരു നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിപണന സാധ്യതയാണ് സിനിമയിലെ എന്താ പറയുന്നത്, ഈ ഒരു തുല്യതയില്ലായ്മയ്ക്ക് കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പം ഇവിടെ തുല്യതയില്ല, അല്ലെങ്കിൽ വിപണന സാധ്യത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുരുഷ നോട്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ
നമ്മൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നമ്മൾ എത്ര മനോഹരമായ കുടുംബ സങ്കല്പങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് ഇവിടെ താമസിക്കുന്നത്. ഇത്രയേറെ നല്ല കുടുംബ സങ്കല്പങ്ങളുള്ള ഈ കേരളത്തിൽ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെയും കുടുംബ സങ്കല്പങ്ങളെയൊക്കെ ഒന്ന് മാന്തിക്കീറി പരിശോധിക്കേണ്ടി വരുന്നത്. അപ്പം ഇവിടെ സിനിമയിലെ തുല്യതയെക്കുറിച്ച് ഇനി പറയുമ്പോൾ, ഇപ്പം ഈ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് ലോറ മാർവേ എഴുതി വെച്ച ഒരു ലേഖനമുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് പുരുഷ നോട്ടത്തെക്കുറിച്ച്. സിനിമയിൽ ആ 50 വർഷങ്ങൾക്ക് മുമ്പ് അവർ എഴുതിയ ഒരു സാധനം ഇന്നത്തെ കാലഘട്ടത്തിലും അതേ എന്താ പറയുന്നത് അതേ വിലയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഒട്ടും തന്നെ വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സിനിമയിലെ ഈ ഒരു മെയിൽ ഗേസ് എന്ന് പറയുന്ന സാധനത്തിന് ഒട്ടും തന്നെ വ്യത്യാസം വന്നിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മൾ സിനിമയുടെ കഥകൾ തന്നെ എടുത്തു നോക്കാം. കഥകൾ എടുത്തു നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപുള്ള സിനിമയിൽ നിന്നും ഇന്നത്തെ സിനിമകളൊക്കെ കുറേയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഏറ്റവും അടുത്ത കാലത്ത്, ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും അധികം അഭിമാനിച്ച ഒരു കാര്യം, പായൽ കപാടിയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടി, അല്ലേ? അത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു ഇന്ത്യക്കാരിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ആ സിനിമയുടെ പ്രമേയം ഒരുപക്ഷെ ഒരു സ്ത്രീകളുടെ ഒരുപക്ഷെ എന്താ പറയുന്നത്, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു രീതി, അങ്ങനെയുള്ളൊരു ശൈലിയിലുള്ള സിനിമകളൊക്കെ ഇന്ന് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ സിനിമ എന്നുള്ളത് ഏത് തരത്തിലുള്ള, ഒരുപക്ഷെ KG ജോർജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമ ഒഴിച്ച് മറ്റുള്ള സിനിമകളെല്ലാം ഏത് കോണിലൂടെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സിനിമയുടെ തുല്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഥയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോൾ കഥ പോലും ഈ പറയുന്ന നമ്മുടെ ചില താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പോലും ഈ കുടുംബ ബന്ധങ്ങൾ പോലും ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഉൽപ്പന്നവും ഈ ഒരു രീതിയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം അതുകൂടാതെ സിനിമയിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളൂ, ഇപ്പോൾ ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോഴും അതിനെക്കുറിച്ച് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി ആ സിനിമയ്ക്ക്, ധാരാളം പേർ അത് കാണുകയും അതിനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് 2-3 തരത്തിലുള്ള ചർച്ചകളുണ്ടായി. അപ്പം ഞാനതിനെക്കുറിച്ച് എഴുതിയ ഒരു കാര്യം, ഒരുപക്ഷെ ആ സിനിമയ്ക്ക് അതിലെ നായകൻ വളരെയധികം പുരുഷ ആഘോഷങ്ങളെ മദ്യമാണെങ്കിലും ഒക്കെ അങ്ങനെ അങ്ങോട്ട് ഒഴുക്കിക്കൊണ്ട് ജീവിതം ആഘോഷിക്കുന്ന ഒരാളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ആ സിനിമയ്ക്ക് കിട്ടിയ വിജയം വലിയൊരു വിജയമായിട്ട്, അല്ലെങ്കിൽ മലയാള സിനിമ ഇതാ ഉയർന്നു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇതാ ഒരു പുതിയ പാത വെട്ടി തുറന്നിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ പോലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച ഒരു കാര്യം, ഒരുപക്ഷെ ഞാനൊരു അധ്യാപിക ആയതുകൊണ്ടായിരിക്കാം, നമ്മുടെ യുവജനതയെ അത് ഏത് രീതിയിലാണ് സ്വാധീനിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ആ സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിൽ സ്ത്രീകൾക്ക് കാര്യമായ ഒരു പങ്കുമില്ല. ഞാൻ ഒരുപാട് സിനിമകളെക്കുറിച്ച് പറയുന്നില്ല, ചർച്ച കാണികളിൽ നിന്ന് വരട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് കാര്യമായ ഒരു പങ്കും ആ സിനിമയിൽ കാണാൻ സാധിക്കില്ല. അതിൽ ഒരു അമ്മ കഥാപാത്രമുള്ള ഇടയ്ക്കിടയ്ക്ക് മകനെ വിളിച്ചിട്ട് ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്ന ഒരു അമ്മയുണ്ട്. അപ്പോൾ അമ്മമാരുടെ റോൾ അതായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്, മക്കളെല്ലാം ഹാപ്പി ആയിരിക്കുക, ഭർത്താവ് ഹാപ്പി ആയിരിക്കുക, അതാണ് അമ്മമാരുടെ റോള്. പിന്നെ നമ്മൾ കാണുന്ന അതിൽ ഒരു പുരുഷന് തുല്യമായിട്ടുള്ള ഒരു സ്ത്രീ പോലും അതില്ല. പുരുഷന് തുല്യമല്ല, പുരുഷൻ്റെ ഒരു വാലറ്റത്ത് പിടിക്കാനുള്ള ഒരു സ്ത്രീ പോലും അതിലില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഈ ഫഹദ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, മറ്റേ രംഗൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ
ശരിക്കും സഹായികളായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അനുയായികളായിട്ട് കൂടെ കൂട്ടാനാണ് ഈ കോളേജ് കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ സന്തോഷിപ്പിക്കാനായിട്ട് 2 സ്ത്രീകളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെ പല തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഈ രംഗണ്ണൻ എന്ന് പറയുന്നത് ഒരു ഗേ ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്ത്രീകളോട് താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ട് അതൊരു ഇവിടുത്തെ മഴവിൽ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒന്നാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നു. പക്ഷേ എനിക്ക് ആ രീതിയിലല്ല അത് മനസ്സിലായത്, ഞാൻ ആ രീതിയിലല്ല അത് എടുത്തത്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പുതിയ സിനിമകളിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ആവേശം പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള അല്ലെങ്കിൽ പ്രേമലു ആ രീതിയിലല്ല എടുക്കേണ്ടത്, മറ്റൊരു ജോണറാണ്. എങ്കിൽ പോലും ഈ പുരുഷൻ്റെ ആഘോഷങ്ങളെ ആവേശങ്ങളെ ആഘോഷമാക്കുന്ന സിനിമകളിൽ സ്ത്രീകൾക്ക് യാതൊരു റോളുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതേസമയം തന്നെ ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ, അത് എല്ലാവരും കണ്ടു കാണും. അതിൽ 2 നായിക കഥാപാത്രങ്ങൾ, നായികമാർക്കാണ് ഉർവശി പാർവതിയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അവരഭിനയിച്ച കഥാപാത്രങ്ങൾ എത്രമാത്രം ശക്തമായിട്ടാണ് നമ്മളോട് സംവദിച്ചത്. അപ്പം ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ സായികൃഷ്ണ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സിനിമയിൽ നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രത്തെ കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്നുള്ള കാര്യം പറഞ്ഞു. സത്യമാണ്. കാരണം നമ്മൾ ഇപ്പം ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഉർവശി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു രംഗത്ത് പിടിച്ചു നിൽക്കുന്നൊരു സ്ത്രീയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് ആളുകൾ പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇതുപോലെയുള്ള രംഗങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന അവരുടെ പേഴ്സണൽ ലൈഫിൽ നേരിടുന്ന തകർച്ചകൾ, ഇപ്പോൾ മഞ്ജു വാര്യർ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഇവർക്കാർക്കും തന്നെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, പലപ്പോഴും എന്താണ്, ഇവരെല്ലാവരും തന്നെ കുടുംബജീവിതത്തിന് വേണ്ടി തങ്ങളുടെ കലാജീവിതം വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ബലി കഴിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പം ഒരുപക്ഷെ വിവാഹമേ വേണ്ടെന്ന് വെച്ച് ഈ കലാസഭയെ തുടരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമാ രംഗത്ത് മാത്രമല്ല കലാരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള വളരെ മികച്ചവരാണ്. ഇപ്പം ലതാ മങ്കേഷ്കറെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അവർ വിവാഹമേ കഴിച്ചിരുന്നില്ല. അപ്പം അതുപോലെ കലാസഭയെ മാത്രമായിട്ട് കഴിയുന്ന സ്ത്രീകളാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് സമാധാനപൂർവ്വം വലിയ പ്രശ്നങ്ങളില്ലാതെ മരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് രണ്ടും കൂടിയൊക്കെ കൊണ്ടുപോകുന്ന സ്ത്രീകൾ ഒരുപക്ഷെ ഈ നെരിപ്പോടിനകത്ത് കിടന്ന് പിടയുന്ന പോലെയുള്ള ഒരു അനുഭവമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഒരു കൂട്ടത്തിൽ ഞാൻ വഹീദ റഹ്മാൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. വഹീദ റഹ്മാൻ തൻ്റെ സിനിമകൾ മക്കളെയൊന്നും കാണിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ തന്നെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ചിന്തിച്ചെങ്കിൽ എന്ന് വിചാരിച്ച് വഹീദ റഹ്മാൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോപ്പുലറായിരുന്ന നായികയായിരുന്നു വഹീദ റഹ്മാൻ, അവർ കാണിച്ചിരുന്നില്ല. അതുപോലെ മഞ്ജു വാര്യർ പണ്ട് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരൊരു നടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകൾ വിശ്വസിക്കുന്നില്ല. അവരെ വിവാഹമോചനത്തിന് മുൻപാണ്, നടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു. കാരണം വിവാഹം കഴിഞ്ഞിട്ട് അവർ ഒരു സിനിമയിൽ പോലും, ഒരു പൊതുരംഗത്ത് പോലും അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. പിന്നീട് വിവാഹമോചനത്തിന് ശേഷമാണ് അവർ പൊതുരംഗത്തേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരുപക്ഷെ ഞാനിത് പറയാൻ കാരണം, സിനിമയിലെ തുല്യതയില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിലുള്ള തുല്യതയില്ലായ്മ തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് സിനിമയിലും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് നടക്കുന്ന എല്ലാ ചർച്ചകളിലും സിനിമാ രംഗത്തുള്ളവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സിനിമയിൽ തുല്യത കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ആണുങ്ങൾക്കാണെങ്കിൽ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയ ചിലവുള്ളൊരു കാര്യമാണ്. അപ്പം പുരുഷന്മാർക്കാണെങ്കിൽ എവിടെ വേണമെങ്കിലും താമസിക്കാം, അവർക്കായിട്ട് ഒരുപാട് സൗകര്യങ്ങളൊന്നും ഒരുക്കേണ്ട കാര്യമില്ല, ഏത് പാതിരാത്രിയിലും അവർ പണിയെടുത്തുകൊള്ളും. സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കണം, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം സൗകര്യങ്ങൾ ഒരുക്കണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് ഒരുപാട്
ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കുറയുന്നത് എന്നുള്ളത്. എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ വിധു വിൻസെന്റിനെ പോലെയും അഞ്ജലി മേനോനെ പോലെയും ഇപ്പം നമ്മൾ പറഞ്ഞ ഈ കാനിൽ നമ്മുടെ പേര് ഉയർത്തിയ പായൽ കപാടിയെ പോലുള്ളവരും അങ്ങനെ ഇപ്പം നമ്മുടെ സായി കൃഷ്ണയെ പോലെയുള്ളവരൊക്കെ ധാരാളം വനിതാ സംവിധായകർ ഈ രംഗത്ത്, പ്രത്യേകിച്ച് മിനി ഐ ജി, ഇപ്പോൾ KSFDC ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി ഇപ്പോൾ വേണ്ടത്ര നല്ല നല്ല സിനിമകൾ, മിനി ഐ ജിയെ പോലെയുള്ളവരും അതുപോലെ താര രാമാനുജനെ പോലുള്ളവരൊക്കെ നല്ല സിനിമകളാണ്. അതുപോലെ നമ്മുടെ ശ്രുതി ശരണ്യൊക്കെ നല്ല സിനിമകളാണ് അവർ സംവിധാനം ചെയ്തത്. പക്ഷേ അവയ്ക്കൊന്നും തന്നെ വേണ്ടത്ര രീതിയിലുള്ള റിലീസിങ്ങിന് നല്ല തിയേറ്ററുകൾ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി കൂടി അവർ ഉയർത്തുമ്പോൾ നമ്മൾ ഈ തുല്യതയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കൂടുതൽ ചർച്ചകൾ കാണികളിൽ നിന്ന് വരണം, പ്രേക്ഷകർ ഇവിടെ സദസ്യരിൽ നിന്ന് വരണം എന്നുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നല്ല നമസ്കാരം. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് സിനിമാ മേഖലയുമായിട്ട് കാഴ്ചക്കാരി എന്നുള്ള അടുപ്പം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ഫാക്റ്റ് ഞാൻ മാഡത്തിൻ്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞതിനോട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2023 വേൾഡ് എക്കണോമിക് ഫോറം വളരെ ആധികാരികമായിട്ടുള്ള ഒരു പഠനം നടത്തിയത് വായിക്കാനിടയായി. ഞാനത് വെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ രീതിയിൽ നമ്മൾ എടുക്കുന്ന സ്ത്രീപക്ഷപരമായ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളും പുതിയ നിർമ്മാണങ്ങളും നടന്നാൽ പോലും ശ്രദ്ധിക്കണേ, 136.5 വർഷം കഴിയുമ്പോൾ മാത്രമേ ജെൻഡർ ഇക്വാളിറ്റി വരുവുള്ളൂ. ജെൻഡർ ഇക്വാളിറ്റി വന്നിട്ട് വേണം നമ്മൾ ജെൻഡർ ഇക്വിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പോൾ എന്തൊക്കെയോ നേടിയെന്ന് എല്ലാവരും ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാതിലിൻ്റെ അറ്റത്ത് എവിടെയോ ചെന്ന് തട്ടുന്നത് മാത്രമേ ഉള്ളൂ. വി ഹാവ് ടു ഗോ മൈൽസ് ആൻഡ് മൈൽസ്. അപ്പോൾ അത് മാത്രം ഞാൻ മാഡം പറഞ്ഞതിനോട് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്. ഒരുപാട് പോകാനുണ്ട്. അതിൽ സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ തുറന്ന മനസ്സോടെ ഇപ്പോൾ ഒരുമിച്ചാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത്. എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മൾ ചേർന്ന് നിന്ന് തന്നെയാണ് ഈ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ജോർജ് സാറിനും ബാക്കി എല്ലാവർക്കും ഇത്ര ഗംഭീരമായിട്ട് ഒരു ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിന് അതിയായ സന്തോഷമുണ്ട്. എനിക്കാകെ ഒരു ദിവസം ഇതിനു മുമ്പ് വരാൻ പറ്റിയുള്ളൂ. വീണ്ടും ഇങ്ങനെ നടക്കട്ടെ. ഇവിടെ രവി ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പാർക്കിൻ്റെ പേരിൽ ഞാൻ വൈസ് പ്രസിഡൻ്റാണ്, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഇത് ഏറ്റെടുത്ത് നിങ്ങൾക്കെല്ലാ നല്ല നമസ്കാരവും സന്തോഷവും പാർക്കിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നു. വന്ന എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. നന്ദി മാഡം. ഇവിടെ പറഞ്ഞതുപോലെ സിനിമകളിൽ സ്ത്രീകളെ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ സ്ത്രീകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ, ഈ അടുത്ത് കണ്ട ഒരു സിനിമ സീഡ് ഓഫ് സേക്രഡ് ഫിഗ് എന്ന് പറയുന്ന സിനിമ, ടെഹ്റാനിൽ അല്ലെങ്കിൽ ഇറാനിൽ മുടി മറയ്ക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി, അവളെ 2-3 മാസം ജയിലിലിട്ട് അവൾ മരിച്ചുപോയി. അതിനെ തുടർന്ന് വന്ന പ്രക്ഷോഭങ്ങളെ മൊബൈലിൽ അദ്ദേഹം പകർത്തിക്കൊണ്ടൊരു സിനിമയായി. അദ്ദേഹത്തെ ജയിലിലിട്ടു, അതിൻ്റെ ഡയറക്ടറെ. അതിനുശേഷം ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ആ പെൺകുട്ടികൾ, അതൊരു സർക്കാർ ജീവനക്കാരനാണ്, ആൾ തന്നെ ഒരു ഫാസിസ്റ്റായി മാറുകയും അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും, ആ പെൺകുട്ടികൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അമ്മ പിന്നീട് മക്കളുടെ കൂടെ ചേരുന്നു. ആ ഫാസിസ്റ്റ് ഭരണകൂടം ആലങ്കാരികമായിട്ടെങ്കിലും തകരുന്നതായിട്ടുള്ള ഒരു സിനിമയാണത്. വളരെ മനോഹരമായൊരു സിനിമ. അതുപോലെ നമ്മളുടെ KG ജോർജിൻ്റെ മറ്റൊരാൾ, അല്ലെങ്കിൽ ആദാമിൻ്റെ വാരിയൽ തുടങ്ങിയ സിനിമകൾ എങ്ങനെയാണ് സ്ത്രീകളെ മാഡം പറഞ്ഞ പോലെ 136 വർഷത്തേക്ക്, ഒരു ദിവസത്തേക്ക് മുന്നോട്ട് എങ്ങനെ നടത്താമെന്നുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന സിനിമകളുണ്ട്. അത്തരം സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഈ സമാപന സമ്മേളനത്തിൽ സംസാരിക്കാനായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി TR ജോർജിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 6:30 തന്നെ സിനിമ തുടങ്ങേണ്ടതാണ്. ഇന്ന് 2 സിനിമ പ്രദർശിപ്പിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ദ പോർട്രേറ്റ് എന്ന് പറഞ്ഞ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ കള്ളനോട്ടം സിനിമ 1 മണിക്കൂറും 5 മിനിറ്റും ആണ് അതിൻ്റെ ഡ്യൂറേഷൻ ടൈം. അത് കഴിഞ്ഞാൽ ഈ സിനിമയും കൂടി പ്രദർശിപ്പിക്കാം. കാര്യം ഡോക്ടർ ബിജുവിനോട് ഞാൻ നേരിട്ട് വിളിച്ച്, ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടൊരു സംവിധായകനാണ്, ഞങ്ങളുടെ മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അന്ന് 2 സിനിമ ഉണ്ടായതുകൊണ്ടും
പറ്റിയില്ല. അപ്പോൾ അത് ഇന്ന് പ്രദർശിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഞങ്ങൾ വനിതാ എല്ലാ വർഷവും ഏതാണ്ട് ഒരു 5-8 വർഷമായിട്ട് ഇങ്ങനൊരു വനിതാ മാർച്ച് മാസത്തിൽ സിനിമയും അതുമായിട്ട് നടത്തുന്ന എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതുപോലെ ഈ വർഷവും ഇങ്ങനെ ഒരു വനിതാ സമ്മേളനം നടത്തി. ഇനിയുമുള്ള വർഷങ്ങളുണ്ടാവും. ഞങ്ങളുടെ കമ്മിറ്റി തന്നെ ഏതാണ്ട് 7ഓളം സ്ത്രീകൾ ഉണ്ട്. ഈ കേരളത്തിലെ ഒരു ഫിലിം സൊസൈറ്റിയിലും അത്രയും സ്ത്രീകളുടെ സാന്നിധ്യം എന്നും കൂടി പറഞ്ഞേക്കട്ടെ. എല്ലാ ഫിലിം സൊസൈറ്റികളും ഭൂരിപക്ഷം ആണുങ്ങളാണ്. പക്ഷേ കൊച്ചിയിലെ ഒരു ഫിലിം സൊസൈറ്റിയിലാണ് കൂടുതൽ സ്ത്രീകൾ കമ്മിറ്റിയിലുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഏതാണ്ട് സ്ത്രീകളുടെ തന്നെ തീരുമാനമാണ് എന്നുണ്ട്. കാര്യം ഞങ്ങൾ അത്തരം സ്ത്രീ സമത്വത്തെ, ഈ തുല്യത എന്ന് പറഞ്ഞത് നമ്മുടെ സംഘടനയിലും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അപ്പോൾ ഇവിടെ സംസാരിച്ച സായി കൃഷ്ണ, ഷാഹിന, KV ലത തുടങ്ങിയവർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പറയാനുള്ള വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ 11-ാം തീയതിയാണ് ഈ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. ഇതിങ്ങനെ അങ്ങനെ ആരംഭിക്കുമെന്ന് ഒന്നും തീരുമാനം ഉണ്ടായില്ല. ഇതിൻ്റെ തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഉദ്ഘാടന സമയത്ത് പറഞ്ഞിരുന്നു. പ്രകാശ് സാർ, ഈ സംഘംപുഴ പ്രസിഡൻറ്റ്, ഇങ്ങനൊരു ഫെസ്റ്റിവൽ നടത്താമെന്ന് പറയുകയും അത് പിന്നെ ഉടനെ ഇങ്ങനെ ഈ മാർച്ച് മാസത്തിൽ ഇങ്ങനൊരു അവസരം കിട്ടുകയും പെട്ടെന്ന് നടക്കുകയും ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഈ ഫെസ്റ്റിവൽ നടത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മുഖ്യമായ പ്രശ്നം, ഒരു ഫെസ്റ്റിവൽ നടത്തുന്ന സിനിമ പ്രദർശിപ്പിക്കുക എന്നാണ് ഏറ്റവും മുഖ്യ ഘടകം. അപ്പോൾ സിനിമ പ്രദർശനം എന്നുള്ളത് വളരെ ഈ ചങ്ങമ്പുഴ ഹാളിൻ്റെ അകത്ത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇതിൽ സൗണ്ടിൻ്റെ പ്രശ്നം ഗുരുതരമാണ്, സ്ക്രീനിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നന്നായിട്ട് സിനിമ പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല എന്നത് ആണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ സിനിമ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം 7.1 5.1 ഔട്ട്പുട്ടിലൊക്കെ സിനിമ പിടിക്കുന്ന സിനിമ അത് തിയേറ്ററിൽ വേണ്ടി നിന്ന് കാണില്ല മാത്രമേ അത് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പിന്നെ നമ്മൾക്കിവിടെ ചർച്ചകൾ നടത്താം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഈ വേദി വളരെ സജീവമാണ്. മറ്റ് പല സ്ഥലങ്ങളെ അപേക്ഷിച്ചും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ പ്രസിഡൻറ്റോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഒരു കാര്യം പറയണത്, നമ്മൾക്ക് അടുത്ത വർഷം, അതായത് ഈ എടപ്പള്ളി ചലച്ചിത്രോത്സവം എന്നുള്ളൊരു ടൈറ്റിൽ ഏതാണ്ടൊക്കെ എല്ലാ ആളുകൾക്കും എത്തിയിട്ടുണ്ട്. പല മാധ്യമങ്ങളും അടക്കം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എടപ്പള്ളി ചലച്ചിത്രോത്സവം നമ്മൾക്കിനി വികസിച്ച ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യം, അതായത് നമ്മൾക്ക് ഈ ചലച്ചിത്രോത്സവം അടുത്ത വർഷം മുതൽ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. തിയേറ്ററുകളിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെ അതിൻ്റെ പ്രാഥമികമായൊരു കേന്ദ്രമാക്കിക്കൊണ്ടും പിന്നെ മീറ്റ് ദി ഡയറക്ടർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നടത്താൻ പറ്റിയ ഒരു വേദിയാക്കി ഇതിനെ മാറ്റിക്കൊണ്ട് തിയേറ്ററിലേക്ക് സിനിമകളെ പ്രദർശിപ്പിക്കുന്നൊരു സംവിധാനത്തിലേക്ക് ഈ ചലച്ചിത്രോത്സവം വികസിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഒരു ധാരണ. അതിനുവേണ്ടി ഞങ്ങളുടെ കമ്മിറ്റികൾ, ഏതായാലും ചങ്ങമ്പുഴയുടെയും മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും കമ്മിറ്റികൾ ചേർന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ അതിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് കൂടുതൽ ഭംഗിയായിട്ട് തന്നെ അടുത്ത വർഷം ഈ ഫെസ്റ്റിവൽ എടപ്പള്ളി ചലച്ചിത്രോത്സവം എന്നുള്ളത് വേണമെങ്കിൽ ഒരു എടപ്പള്ളി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന രീതിയിലേക്ക് കൂടി പരിവർത്തിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതായിരിക്കും അടുത്ത വർഷങ്ങളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗം. അത് അങ്ങനെ മാത്രമേ നമുക്ക് ഈ ചലച്ചിത്രോത്സവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ എവിടെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്ന പോലെയല്ല, വ്യത്യസ്ത രീതിയിലുള്ള സിനിമകൾ വരും. അതെല്ലാം നമ്മൾക്ക് ആസ്വദിക്കണമെങ്കിൽ അതെല്ലാം തിയേറ്ററിൽ തന്നെ നടത്താനുള്ള പറ്റുള്ളൂ. നമുക്കറിയാം എടപ്പള്ളിയിൽ അനേകം തിയേറ്ററുണ്ട്, മാളുകൾ ഉണ്ട്. അതേപോലെ ഈ PVRൻ്റെ തന്നെ എന്താ പറയുക, ഇൻ്റർനാഷണൽ പാക്കേജുകളുണ്ട്. നമുക്കതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഫെസ്റ്റിവലാക്കി ഇതിനെ കൊണ്ടുപോകണം. അതിനുള്ള ചില ഐഡിയകൾ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് അടുത്ത വർഷം കുറേയൊക്കെ പ്രാവർത്തികമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഒരു ഇത്രയും കുറേ പരിമിതികളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഇവിടെ നമ്മൾ തുടക്കം കുറിച്ചു. ഇതിൽ നമുക്കറിയാം, ഇതിൽ തുടക്കം മുതൽ ഇവിടെ വരുന്ന ധാരാളം ആളുകളുണ്ട്. സിനിമ ഇഷ്ടപ്പെടുന്നവർ, അതേപോലെ ചർച്ചകൾ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ ഒരുപാട് എല്ലാവർക്കും ഈ ഫെസ്റ്റിവലിൻ്റെ പേരിലുള്ള ഒരു നന്ദി ഈ നേരത്തെ അറിയിക്കുകയാണ്.
അതുപോലെ നമ്മുടെ ഷേർലി മാഡത്തിനോട് പ്രത്യേക നന്ദിയുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പുള്ള ഒരു വനിതാ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ഷേർലി മാഡമാണ്. ഷേർലി മാഡം ഇപ്പോൾ ഈ ചങ്കമ്പയുടെ സെക്രട്ടറി മറ്റൊരു പരിപാടിക്ക് പോയതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. അതിൻ്റെ കുറവ് ഷേർലി മാഡം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ 2 സിനിമ പ്രദർശിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ 6:30 മണി കൃത്യമായി നമുക്ക് 1:10 ഈ 1 മണിക്കൂറും 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത സിനിമയിടും. 2 സംവിധായകരും നമ്മുടെ കൂടെ ഇല്ല. കാര്യം അവർ രണ്ടുപേരും 2 സ്ഥലത്താണ്. ഞാൻ ക്ഷണിച്ചിരുന്നു, പക്ഷേ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിൽ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഇതിൽ ഒരു സിനിമ മിസ്സായതിൽ കൂടി പ്രദർശിപ്പിക്കും എന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഈ എടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ പേരിൽ, മെട്രോ ഫിലിംസിൻ്റെ പേരിലും, ചങ്കമ്പുഴ സാംസ്കാരിക വേദിയുടെ പേരിലും, പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡൻറ്റ് പ്രകാശ് സാറിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വർഷം വളരെ വിപുലമായി നടത്താമെന്നൊരു വാഗ്ദാനം കൂടി നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജോർജ് നന്ദി പ്രകാശനം പ്രകാശിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ കൂടി സായി കൃഷ്ണയ്ക്കും വി കെ ഷാഹിനയ്ക്കും ഞാൻ സൊസൈറ്റിയുടെ പേരിൽ ഔപചാരികമായി നന്ദി പറയുന്നു. അടുത്തതായി സിനിമ കാണാൻ എല്ലാവരും തയ്യാറായിരിക്കുക. നന്ദി, നമസ്കാരം.